സുന്ദരൻ മാഷ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോലെ കല കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല ഞാൻ പഠിക്കുന്ന ആളാണ്, ശാസ്ത്രജ്ഞനാണ്, സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കലാകാരന്മാരോടാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ള നിലക്കുള്ളൊരു തോന്നലുള്ളിലുള്ളതുകൊണ്ടാവാം എന്താണ് നമ്മൾ തമ്മിൽ, എന്താ ബന്ധം? നമ്മൾ തമ്മിൽ വളരെ സവിശേഷമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും, നിങ്ങൾക്കോ എനിക്കോ ഒരിക്കലും ഒരു കാര്യവും ആവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താലും പുതിയതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ശാസ്ത്രജ്ഞനായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒരു ചക്രം കണ്ടുപിടിച്ചു എന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ചക്രം മുന്നേ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചക്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മൊണാലിസയുടെ ഒരു കോപ്പി എടുത്തിട്ട് ദാവ് ഞാൻ ഒരു പുതിയ ചിത്രം വരച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ ബ്രഷ് എടുക്കുമ്പോൾ, നിങ്ങൾ ശില്പം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഏത് കലയിൽ കൈവച്ചാലും നിങ്ങൾക്ക് പുതിയതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പഴയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേ അവസ്ഥയാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ അവസ്ഥ. ഇതുവരെ പഠിച്ച ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല. പുതിയ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെയും വിധി. ഈ വിധിക്കകത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ആശങ്കകൾക്കകത്ത് നിന്ന സമയത്ത് സന്തോഷിച്ച രസമുള്ളൊരു ചോദ്യം ഉണ്ടായി. കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായി പോവുകയാണല്ലോ, ധാരാളം പേര് ചിത്രം വരയ്ക്കുന്നുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഗാലറികൾ തിരക്കാണ്, എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം? ഗംഭീര ചോദ്യമാണ്. ഒരുപക്ഷെ ലോകത്ത് ആകെ ഉള്ളൊരു ചോദ്യം അതാണ്, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ പ്രശ്നമാണ് പറയാൻ ശ്രമിക്കുന്നത്. പ്രശ്നത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു സംശയം. ചെമ്പരത്തി പൂവുണ്ട്, നമുക്കെല്ലാവരും കണ്ടിട്ടുള്ള പൂവാണ്, നല്ല വലുപ്പമുള്ള പൂവാണ്, നല്ല നിറമുള്ള പൂവാണ്. പൂക്കുന്ന സമയത്ത് ആ ചെടി മുഴുവൻ പൂക്കളായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ചെമ്പരത്തി പൂ? എൻ്റെ സംശയം, ആരെങ്കിലും ചെമ്പരത്തി ചെടിയിൽ കായ കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തി ചെടിയിൽ കായ, ഈ പൂക്കളെല്ലാം കായായി മാറി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള വിഷമമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിക്കണ പോലെ നിങ്ങളോട് ചോദിക്കാൻ പാടില്ലല്ലോ, എന്നാലും ചോദിച്ചു പോവാണ്. കായ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തി ചെടികളിലൊക്കെ കായ കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. പക്ഷേ ഭൂരിഭാഗം സമയത്തും അതിൽ കായ ഉണ്ടാവാറേയില്ല. സ്വാഭാവികം ഉണ്ടാകുന്നൊരു സംശയം, ഈ കായ ഉണ്ടാവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പൂവുണ്ടാവുന്നത് എന്നുള്ളതാണ്. അത്രയും ബയോമാസ് ഉണ്ടാക്കണം, അതിന് കളർ ചെയ്യാനുള്ള പിഗ്മെൻ്റ് ഉണ്ടാക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ടും കായ ഉണ്ടാവുന്നേയില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് സവിശേഷമായ ചോദ്യമാണ്. കാരണം പ്രകൃതി അങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും ചെയ്യാറില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന സ്വഭാവമാണ് പ്രകൃതിക്കുള്ളത്. ആ സമയത്താണ് ഇങ്ങനെ ധാരാളം പൂക്കളുണ്ടാവുക, കായ ഉണ്ടാവാതിരിക്കുക. നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ പൂവ് ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. അത് പരാഗണം നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണം, കായ ഉണ്ടാവണം, അതാണ് പിന്നെ അടുത്ത തലമുറ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിറയെ പൂക്കളുണ്ടാവുന്നുണ്ട്, കായൊന്നും ഉണ്ടാവുന്നേയില്ല. ഇത് ചെമ്പരത്തിച്ചെടിയുടെ മാത്രം പ്രശ്നമല്ല. കോളമ്പിപ്പൂ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? മഞ്ഞ നിറമുള്ള, അതിൽ കണ്ടിട്ടുണ്ടോ കായ? വേറെ രീതി പറഞ്ഞാൽ, ഈ ചെമ്പരത്തിച്ചെടി സത്യത്തിൽ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യരോടാണ്. അത് പറയാൻ ശ്രമിക്കുന്നത്, നോക്ക് എൻ്റെ പൂക്കൾ എത്ര മനോഹരമാണ്, എന്നെ കൊണ്ടുപോയി കൂടെ എന്ന് മനുഷ്യരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തണ്ട് മുറിച്ച് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ചെമ്പരത്തി ചെടിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ജീവി മനുഷ്യനാണ്. മനുഷ്യനത് കൊണ്ടുപോകാൻ കാരണം അതിന് സൗന്ദര്യമുള്ളതുകൊണ്ടാണ്, അതിൻ്റെ പൂക്കൾ കാണാൻ രസമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ കൊണ്ടുപോകുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഈ ചെടികളൊക്കെ തന്നെ, ഇത് 2 ചെടികൾ മാത്രമൊന്നുമല്ല. നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ പോയി നോക്കിയാൽ അവിടെ ഉണ്ടാകുന്ന പല പൂക്കളും വിത്തായോ കായോ ആയിട്ട് മാറുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എസ്തെറ്റിക്സിനോടാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്, നിങ്ങളോടാണ് സംവദിക്കുന്നത്. വേറെ രീതി പറഞ്ഞാൽ, പ്രകൃതിയിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ അല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാറിക്കഴിഞ്ഞു. ഡാർവിൻ പറഞ്ഞ പോലെ പ്രകൃതി നിർദ്ധാരണം അല്ല അവിടെ നടക്കുന്നത്, അത് ഹ്യൂമൻ സെലക്ഷനാണ്, മനുഷ്യനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൗന്ദര്യമുള്ള പൂക്കളുള്ള ചെടികളെയൊക്കെ സെലക്ട് ചെയ്യും, അല്ലാത്തവർ സെലക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ, നിങ്ങൾ കാട്ടിൽ പോയാൽ, ഒരു സ്വാഭാവിക വനത്തിൽ പോയാൽ, അവിടെ ഒരു ചെടിയിൽ പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കായ ഉണ്ടായിട്ടുണ്ടാവും.
കാരണം അവിടെ മനുഷ്യനൊരു സെലക്ഷൻ ഫോഴ്സ് അല്ല. അവിടെ പ്രകൃതി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ മാത്രം പ്രവർത്തിക്കുന്ന ഇടമാണ് കാട് എന്നുള്ളത്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയണമെങ്കിൽ ആകെ 2 സ്ഥലമേ ഉള്ളൂ നമുക്ക് നോക്കാനായിട്ട്. അതിലൊന്ന് കാടാണ്, രണ്ടാമത്തേത് കടലാണ്. ഈ 2 സ്ഥലം ഒഴിച്ചിട്ടുള്ള ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റി മറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞർ കാടിനെക്കുറിച്ച് പഠിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡൈനാമിക്സ് എന്താണ്, അത് നമുക്ക് നാട്ടിൽ നോക്കിയാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കാടിനെക്കുറിച്ച് പഠിക്കുന്നത്, കടലിനെക്കുറിച്ച് പഠിക്കുന്നത്, സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെക്കുറിച്ചിട്ട് പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് നമുക്ക് പുതിയ അറിവുണ്ടാവുന്നത്, പുതിയ ഊർജ്ജം നമുക്ക് കിട്ടുന്നതും ആ പുതിയ അറിവിൽ നിന്നാണ്. അങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കലാകാരന്മാരെ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് നിങ്ങളുടെ ഊർജ്ജം വരുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്കുള്ള സങ്കല്പനങ്ങൾ വരുന്നത്, ചിന്തകൾ വരുന്നത്, അത് പ്രകൃതിയായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് പ്രകൃതിയോടൊപ്പം തന്നെയാണോ നിൽക്കുന്നത്, അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണോ നിൽക്കുന്നത്. പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കുറേ വർഷങ്ങളിലൂടെ ഞാൻ പഠിച്ചൊരു പാഠം, കലാകാരന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, അത് എനിക്ക് പറഞ്ഞു തന്നത് കലാകാരന്മാരാണ്. പഠിച്ചൊരു പാഠം, വി ക്യാൻ ഓൺലി വർക്ക് വിത്ത് നേച്ചർ, വി ക്യാൻ നെവർ വർക്ക് അഗൻസ്റ്റ് ഇറ്റ് എന്നുള്ളതാണ്. പ്രകൃതിക്ക് ഒപ്പമല്ലാതെ പ്രകൃതിക്ക് എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നിൽക്കില്ല. പ്രകൃതിയോടൊപ്പം മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാം. നമ്മൾ കേരളത്തിൽ ഗംഭീരമായിട്ട് വണ്ടികൾ ഓടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗംഭീരമായിട്ട് റോഡുകളൊക്കെ പണിതും മതിലുകളൊക്കെ പണിതും. ആദ്യത്തെ മഴയ്ക്ക് തന്നെ അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയി. പറ്റൂല, നിൽക്കില്ല. ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രോസസ്സിനകത്ത് ഒരു സാധനം നിൽക്കുന്നൊരു സാധനം ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റിയിട്ടില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ പ്രകൃതിയോടൊപ്പം ഈ മഴയെ മനസ്സിലാക്കാതെ, ഈ മഴയെ പഠിക്കാതെ, ഈ മഴയുടെ പ്രോസസ്സ് എന്താണെന്ന് തിരിച്ചറിയാതെ അതിൻ്റെ താഴെ എന്ത് വെച്ച് കൊണ്ടുപോയാലോ തകർന്നു പോകും. അപ്പം അങ്ങനെ പ്രകൃതിയോടൊപ്പം എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുക, പ്രകൃതിയോടൊപ്പം എങ്ങനെ ചിന്തിക്കാൻ പറ്റുക, പ്രകൃതി ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക, അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ പ്രവൃത്തി എടുക്കാൻ പറ്റുക, ക്രിയേറ്റീവ് ആവാൻ പറ്റുക, സർഗാത്മകമാവാൻ പറ്റുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഒരുപക്ഷെ കലാകാരന്മാരെയും നയിക്കേണ്ടത് എനിക്കൊന്ന് തോന്നുന്നു. ഇനി നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. പ്രശ്നം തുടങ്ങുന്നത് ഒരു 2-2.5 നൂറ്റാണ്ട് മുന്നെയാണ്. അന്നാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമി കുഴിച്ച് താഴെ പോവുകയും കൽക്കരി പുറത്തെടുത്തിട്ട് കത്തിക്കാനും തുടങ്ങുന്നത്. കൽക്കരി ഒരു ഗംഭീര കണ്ടുപിടുത്തമായിരുന്നു അന്ന്. അതുവരെ നമ്മളെ സംബന്ധിച്ച് ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ മസിൽ പവറാണ്, നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അധ്വാന ശേഷിയാണ്. അതിനോട് ആഡ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് മറ്റ് ജീവജാലങ്ങളുണ്ട്. കുതിരയുണ്ട്, കഴുതയുണ്ട്, കാളയുണ്ട്, പോത്തുണ്ട്, ആനയുണ്ട്. അവരുടെയൊക്കെ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന് വിറകാണ്. വിറക് കത്തിക്കാൻ നമുക്ക് ഊർജ്ജം കിട്ടും. ഈ നിലയ്ക്ക് ജീവിച്ചു പോയിരുന്ന മനുഷ്യൻ കൽക്കരി കണ്ടുപിടിക്കുന്നതോടുകൂടി എടുത്തു ചാടുന്നൊരു ചാട്ടമുണ്ട്. ഈ ചാട്ടത്തിന് കാരണം വിറകിനേക്കാളും 10 മടങ്ങ് കൂടുതൽ ഊർജ്ജം കൽക്കരിക്ക് തരാൻ പറ്റും. അത് ആ നിലയ്ക്ക് കണ്ടൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. ദീർഘകാലം മണ്ണിൻ്റെ അടിയിൽ കിടന്ന് മരങ്ങളും പഴയ ജീവജാലങ്ങളെല്ലാം മാറി തീർന്ന് കൽക്കരി ആവുന്നതോട് കൂടിയിട്ട് അതിൻ്റെ എനർജി കണ്ടൻറ്റ് വല്ലാതെ വർദ്ധിക്കുന്നുണ്ടാവും. ഇത് കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ട് പുതിയ യന്ത്രങ്ങൾ വരാൻ തുടങ്ങി. തോമസ് ന്യൂകമ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ടൊരു സ്റ്റീം എൻജിൻ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി കൽക്കരി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുകയും ആ നീരാവി കൊണ്ട് ഓടുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ യന്ത്രം ആദ്യം ഉപയോഗിച്ചത് കൽക്കരി ഖനിയിൽ മഴ പെയ്തപ്പോൾ കെട്ടിക്കിടന്ന വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ തുടക്കം. അതിനുശേഷം പിന്നെ മറ്റു പല ആളുകളും അതിനെ കൂടുതൽ റിഫൈൻ ചെയ്തു. തീവണ്ടി ഓടാൻ തുടങ്ങി, വ്യവസായശാലകൾ പ്രവർത്തിക്കാൻ തുടങ്ങി, കൽക്കരി ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൽക്കരിക്ക് പകരം പെട്രോളിയം ഉപയോഗിക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം നമ്മൾ നാച്ചുറൽ ഗ്യാസും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഭൂമിയിൽ വർഷങ്ങൾക്ക് മുന്നേ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ജീവജാലങ്ങളെല്ലാം മണ്ണിൻ്റെ അടിയിലാവുകയും അവർ പെട്രോളിയമായിട്ടും കൽക്കരിയായിട്ടും നാച്ചുറൽ ഗ്യാസായിട്ട് മാറിപ്പോയ ആ വിഭവങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ അത് ഊർജ്ജമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി മനുഷ്യൻ്റെ മൊത്തം പ്രവർത്തനങ്ങളിലും വലിയൊരു ലീപ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ ലീപ്പ് ഉണ്ടാവും മാത്രമല്ല, ഈ വിഭവങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന ഈ വസ്തുക്കൾ ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്പീഷീസായിട്ട് മനുഷ്യൻ മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സാധനം കത്തിക്കാതെ നമുക്ക് ഈ ഫാൻ കറക്കാൻ പറ്റില്ല, ഈ ലൈറ്റ് കത്തിക്കാൻ പറ്റില്ല, എനിക്കിവിടെ എത്താൻ പറ്റില്ല,
നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ഒരു ദിവസം പോലും ഇത് കത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്പീഷീസ് ആയിട്ട് നമ്മൾ മാറുകയും ചെയ്തു. പക്ഷേ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ധാരാളമായിട്ട് ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു വലിയ അപകടം, ഇത് കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് മേലേക്ക് പോകുന്നതാണ്. ഭൂമിയുടെ ഒരു വളരെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട് ഈ ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. പല നിലയ്ക്കും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും സിഗ്നൽസ് ഭൂമിയിൽ കിട്ടുന്നുണ്ടോ നോക്കി, ആ ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവർക്കെന്തെങ്കിലും സിഗ്നൽ കിട്ടുമെന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊടുത്തയച്ചിട്ട് തിരിച്ച് വരാതെ തന്നെ എത്ര വേണമെങ്കിലും പൊക്കോട്ടെ എന്ന് അയച്ചിട്ടുള്ള റോക്കറ്റുകളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കി. ഇതുവരെ നമുക്ക് വേറെ എവിടെയും ജീവനുള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. എന്താണ് കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരു അകലത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കൃത്യമായ അകലം എന്ന് പറഞ്ഞാൽ ജലത്തിന് 3 അവസ്ഥകൾ സാധ്യമാണ്. അതിൽ ഐസാവാം, ജലമാവാം, നീരാവിയാവാം. ഇതിൽ ജലം എന്ന് പറയുന്ന അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഭൂമി നിൽക്കുന്നതിന് ഒന്നാമത്തെ കാരണം ആ സൂര്യനിൽ നിന്ന് കൃത്യമായിട്ടുള്ള അകലത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കുറച്ചും കൂടി അടുത്തായിരുന്നെങ്കിൽ ഈ ജലം മുഴുവൻ നീരാവിയായി പോയേനെ. കുറച്ചും കൂടി ദൂരെയായിരുന്നെങ്കിൽ ഇത് മുഴുവൻ ഐസായി മാറിയേനെ. കൃത്യമായിട്ടുള്ളൊരു അകലത്തിൽ നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫൈൻ കോസ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ് കൺട്രോൾ, ഫൈൻ കൺട്രോൾ ശാസ്ത്രത്തിലെ സാങ്കേതികമായിട്ടുള്ള പദങ്ങളാണ്. പക്ഷേ മനസ്സിലാക്കാനായിട്ട് ഒരു ഇത്തിരി പോലും വിഷമമില്ലാത്ത കാര്യമാണത്. പഴയ റേഡിയോ ഓർമ്മിച്ചാൽ നിങ്ങൾക്കറിയാം, റേഡിയോയിൽ നമ്മൾ സ്റ്റേഷൻ മാറ്റാനായിട്ട് വലിയൊരു നോബ് ഉപയോഗിക്കും. അത് തിരിച്ചു കഴിഞ്ഞാൽ സൂചി വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ കോസ് കൺട്രോൾ എന്ന് പറയാം. ഒരു സ്റ്റേഷൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ വളരെ പതുക്കെ ആ സൂചി അനക്കാൻ വേണ്ടി കുറച്ച് ചെറിയൊരു ഒരു നോബ് ഉണ്ടാവും. അതിനെയാണ് ഫൈൻ കൺട്രോൾ എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ചെയ്യുക കോസ് കൺട്രോൾ വലിയ നോബ് തിരിക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ നോബ് തിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെറിയ നോബ്, ഈ കോസ് കൺട്രോൾ എന്ന് പറയുന്നത് വലിയ നോബ് പോലെയുള്ള കാര്യമാണ് സൂര്യനിൽ നിന്നുള്ള അകലം. ഇനി അതിൻ്റെ ഫൈൻ കൺട്രോൾ, ഭൂമിയുടെ താപനിലയുടെ ഫൈൻ കൺട്രോൾ നടത്തുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള ചെറിയൊരു ഒരു പുതപ്പാണ്. അത് ഹരിതഗ്രഹവാതകങ്ങളുടെ ഒരു ചെറിയ പുതപ്പ് ഭൂമിക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ധർമ്മം എന്താ വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ, പ്രകാശത്തെ അത് അകത്തേക്ക് കടത്തിവിടും. പക്ഷേ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്നതിനെ അത് വീണ്ടും തടഞ്ഞു നിർത്തി വീണ്ടും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യും. നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഈ കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വാതകങ്ങൾ നേരെ മുകളിലേക്ക് പോവുകയും ഈ ഹരിതഗ്രഹവാതകങ്ങളോടൊപ്പം അത് ചേരുകയും ചെയ്തു. പതുക്കെ ആ പുതപ്പിൻ്റെ കട്ടി കൂടി വരികയാണ്. ആ കട്ടി കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമുക്ക് നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ നമ്മളൊരു പുതപ്പ് പൊതിച്ച് കിടന്നാൽ നമ്മൾ സമാധാനമായിട്ട് നമുക്ക് ചൂട് കിട്ടുന്നുണ്ടാവും. ഒന്നിന് പകരം 2 പുതപ്പായാലും എന്താ സംഭവിക്കുക? ഇനി 2 പുതപ്പിന് പകരം 3 പുതപ്പായാലും എന്താ സംഭവിക്കുക? പുറത്ത് തണുപ്പാണെങ്കിൽ പോലും നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങും. അങ്ങനെ ഭൂമിയുടെ ചുറ്റുമുള്ള ഈ പുതപ്പിൻ്റെ കട്ടി കൂടി വന്നതോടുകൂടി ഒരു ഇത്തിരി ചൂട് പോലും പുറത്തേക്ക് പോവാതെ ഈ പുതപ്പ് തടഞ്ഞു നിർത്തി ഭൂമിയിലേക്ക് അയക്കുന്ന അവസ്ഥയായി ഭൂമിയുടെ ചൂട് പതുക്കെ കൂടാൻ തുടങ്ങി. കഴിഞ്ഞ 150 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1 ഡിഗ്രിയോളം ചൂട് കൂടി, ശരാശരി താപനില വർദ്ധിച്ചു. ശരാശരി താപനില എത്രയാണ് ഭൂമി നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ എത്രയാവും? നല്ല ചൂടുള്ള സ്ഥലങ്ങളുണ്ട്, സഹാറ മരുഭൂമി പോലെ, താർ മരുഭൂമി പോലെ നല്ല ചൂടുള്ള സ്ഥലമുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമുണ്ട്, അന്റാർട്ടിക്ക പോലെ, ആർട്ടിക് പോലെ, ഹിമാലയത്തിൻ്റെ ഉയരങ്ങൾ പോലെ, എവറസ്റ്റ് പോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ 14.5 ഡിഗ്രിയാണ്. അതാണ് ഭൂമിയുടെ ശരാശരി താപനില, 14.5. അതാണ് പതുക്കെ ഉയർന്നു വരുന്നത്. 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. 1 ഡിഗ്രി കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ടുണ്ടായ പ്രശ്നം, നമ്മുടെ ഭൂമിയുടെ 2 ധ്രുവങ്ങളിലുള്ള വലിയ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങി. ആ ഉരുകിയ വെള്ളം പതുക്കെ കടലിലേക്ക് ചേരാൻ തുടങ്ങി. കടലിലെ ജലനിരപ്പ് പതുക്കെ ഉയരാൻ തുടങ്ങി. കഴിഞ്ഞ 50 വർഷമായിട്ട് കടലിലെ ജലനിരപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിലുള്ള പല ദ്വീപുകളും മുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ട് മാലദ്വീപുകൾ, അവിടെയുള്ള മനുഷ്യർ ശ്രീലങ്കയിലും ന്യൂസിലാൻഡിലും സ്ഥലം വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവർ മാറാൻ പോവുകയാണ്. കാരണം മാലദ്വീപ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും ഉയർന്ന ഉയരം വെറും 4 മീറ്ററാണ്. വേറെ പറഞ്ഞാൽ 4 മീറ്ററിനേക്കാൾ ഉയരമുള്ള ഒരു തിരമാല അടിച്ചാൽ വാഷ് ഓഫ് ആയി പോകും. അവരവിടെ നിന്ന് മാറാൻ പോവുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ ഭൂപടം നമ്മൾ വരയ്ക്കാറുണ്ട്.
ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കാൻ തുടങ്ങുക ഗുജറാത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങളങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് താഴെ വന്ന് കേരളമൊക്കെ വരച്ച് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ വരയ്ക്കുക. പക്ഷേ അങ്ങനെ വരച്ച് പോകുന്ന സമയത്ത് വിശാഖപട്ടണമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുത്തി വരയ്ക്കുന്നൊരു സ്ഥലമുണ്ട്. ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കും, അവിടെ എത്തുമ്പോൾ മാത്രം കുത്തി വരയ്ക്കുക. അതിന് അവിടെ കുത്തി വരയ്ക്കണമോ? അതേതാ പ്രദേശം? ആ പ്രദേശത്തിൻ്റെ പേര് സുന്ദർബാൻസ് എന്നാണ്. അതവിടെ കുത്തി വരയ്ക്കാൻ കാരണം അവിടെ കൃത്യമായിട്ടൊരു വരയ്ക്കാൻ പറ്റില്ല. കാരണം 2 വലിയ നദികൾ വന്ന് കടലിലേക്ക് ചേരും. നദി വന്നിട്ട് കടലിലേക്ക് ചേരുന്നത് നമ്മുടെ പോക്കറ്റ് റോഡ് വന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന പോലെയല്ല. നദി കടലിലേക്ക് എത്തുന്നതിന് കുറേ മുന്നേ തന്നെ അത് ഛിന്ന ഭിന്നമായി പോകും. അത് ചെറിയ ചെറിയ ധാരാളം അരുവികളായിട്ടാണ് കടലിലേക്ക് ചേരുക. നേരെ പോയിട്ട് കയറുകയല്ല ചെയ്യുക. ഈ എല്ലാ ചെറു നദികളെയും കൂട്ടി വരച്ചാൽ ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ വലിയ നദിയുടെ ഡെൽറ്റയാണ് ഈ സുന്ദർബാൻസ് എന്ന് പറയുന്ന പ്രദേശം. അവിടെ നിന്ന് ആളുകൾ മാറാൻ തുടങ്ങിക്കഴിഞ്ഞു, ആളുകളെ പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞു, ജലനിരപ്പ് ഉയരുകയാണ്. നമ്മളിപ്പം നിന്ന് സംസാരിക്കുന്ന സമയം ഇവിടെ ഇരിക്കുന്ന സ്ഥലം പോലും സേഫ് അല്ല. നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആയുസ് ശാസ്ത്രം പറയുന്നത് 2050 വരെ മാത്രമാണ്. കടൽ ഇങ്ങോട്ടേക്ക് ഉടനെ തന്നെ വരുന്നുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, കടലിൽ ജലനിരപ്പ് ഉയരുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ജീവജാലങ്ങൾ പതുക്കെ മാറി താമസിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനുഷ്യനെന്ന് പറയുന്ന സ്പീഷീസിന് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ നല്ല വെയിലാണെങ്കിൽ നമ്മളറിയാതെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിൽക്കും, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിലേക്ക് കയറി നിൽക്കും. എന്നുള്ളതുപോലെ ചൂട് കൂടുന്ന സമയത്ത് ജീവജാലങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കും. എവിടെയാണ് തണുപ്പുള്ള സ്ഥലം ഉണ്ടാവുക? സമുദ്രത്തിലെ ജീവജാലങ്ങൾ പതുക്കെ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാൻ തുടങ്ങി. അവർ കേരള തീരത്തു നിന്ന് നമുക്ക് പണ്ട് കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പം നമുക്ക് കിട്ടുന്നത് ബോംബെയുടെ തീരത്തു നിന്നും വിശാഖപട്ടണത്തിൻ്റെ തീരത്തു നിന്നാണെന്ന് കൊച്ചിയിലുള്ള CMFR എന്ന് പറയുന്ന സ്ഥാപനം പറയുന്നുണ്ട്. മത്സ്യങ്ങൾ പതുക്കെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് മാറാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കരയിലുള്ള ജീവികളോ, അവർ പതുക്കെ മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം മലമുകളിൽ തണുപ്പാണ്. അതുകൊണ്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് സമ്മറായി കഴിഞ്ഞാൽ അവർ ഊട്ടിയിൽ നിന്നാണ് പിന്നെ ഭരണം നടത്തുക, അല്ലെങ്കിൽ മൂന്നാറിൽ നിന്നാണ് ഭരണം നടത്തുക. അവർക്ക് സമ്മർ പാലസുകൾ ഉണ്ടായിരുന്നു മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലിലും എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളൊക്കെ പഠനയാത്ര എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം അതാണ്, തണുപ്പുള്ള പ്രദേശമാണ്. താഴെയുള്ള ജീവജാലങ്ങൾ പതുക്കെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പക്ഷേ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പദമുണ്ട്, അത് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്ന വാക്കാണ്. ആവാസ വ്യവസ്ഥ എന്ന് പറയും. അതിന് സാധാരണ അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുക ഒരു പോണ്ടാണ്, ഒരു കുളം ഒരു ഇക്കോസിസ്റ്റം ആണെന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഇക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്? കാരണം അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അവരൊന്ന് മറ്റൊന്നിനെ തിന്ന് മറ്റൊന്ന് ഇതിനെ തിന്ന് അവർ തമ്മിലൊരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അത് അവിടെ തുടങ്ങി പുറത്തുനിന്ന് കിട്ടുന്ന ഊർജ്ജത്തെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് തമ്മിൽ പരസ്പരം ബന്ധിതമാണ്. ചൂട് കൂടുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളും പതുക്കെ നീങ്ങാൻ തുടങ്ങും, യാത്ര ചെയ്യാൻ തുടങ്ങും. പക്ഷെ എല്ലാവരും ഒരുമിച്ചല്ല യാത്ര ചെയ്യുക. നടക്കാൻ പറ്റുന്നവർ നടന്നു പോവും, പറക്കാൻ പറ്റുന്നവർ പറന്നു പോവും, എഴഞ്ഞു പോകാൻ പറ്റുന്നവർ എഴഞ്ഞു പോവും, ചാടിച്ചാടി പോകാൻ പറ്റുന്നവർ ചാടിച്ചാടി പോവും. പക്ഷേ ഇതെല്ലാം അവരുടേതായിട്ടുള്ള സമയത്ത് അവരുടേതായിട്ടുള്ള നേരത്തെ ആയിരിക്കും അവർ ചെയ്യുക. വേറെ നിലയ്ക്ക് പറഞ്ഞാൽ ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഫ്രാക്ചേർഡായി പോവും. അവിടെ ആ തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ലാതായി പോവും. പതുക്കെ മുകളിലേക്ക് പോവും. താഴേന്ന് മുകളിലേക്ക് ജീവജാലങ്ങൾ കയറി ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മലമുകളിലുള്ള പീക്കുകളിൽ ജീവിക്കുന്ന ജീവികൾ അവരിനി എങ്ങോട്ടാണ് പോവുക? അവർക്കിനി മേലേക്ക് പോകാൻ സ്ഥലമില്ല, അവിടെയും ചൂട് കൂടുകയാണ്. മൂന്നാറിൽ മീശപ്പുലിമലയിൽ ഹിമാലയത്തിൻ്റെ പല പീക്കുകളിലും അവിടെ മാത്രം, അതിന് നമ്മൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുക സ്കൈ ഐലൻഡ്സ് എന്നാണ് വിളിക്കുക, ആകാശദ്വീപുകൾ എന്നാണ് വിളിക്കുക. കാരണം ഒരു കൊടുമുടിയിലെ മുകളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവിടുന്ന് മാറിയാൽ പിന്നെ ജീവിക്കാൻ പറ്റിയ മറ്റൊരു കൊടുമുടിയിലാണ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അങ്ങോട്ട് പോകാൻ പറ്റുന്നത് ചില ജീവികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷികൾക്ക് പോകാൻ പറ്റും, ചിത്രശലഭങ്ങൾക്ക് പോകാൻ പറ്റും, വണ്ടുകൾക്ക് പോകാൻ പറ്റും. പക്ഷേ ഒത്തിരി ജീവികൾക്ക്, നടക്കാൻ മാത്രം പറ്റുന്ന, ഓടാൻ മാത്രം പറ്റുന്ന ജീവികൾക്ക് ഈ മല മുഴുവൻ ഇറങ്ങി താഴെ വന്ന് ആ വാലി ക്രോസ് ചെയ്ത് അടുത്ത പീക്കിൽ കയറേണ്ടി വരും. പക്ഷേ ഈ സ്ഥലം മുഴുവൻ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടാവും, അതിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇവർ ലോക്കാണ്. അങ്ങനെ ലോക്ക്ഡ് ആയിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ സ്കൈ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. താഴേന്ന് ജീവജാലങ്ങൾ മുകളിലേക്ക് ഇരച്ച് കയറുകയാണ്. ഇപ്പോൾ ഈ സ്കൈ ഐലൻഡിലുള്ള ജീവജാലങ്ങൾ എങ്ങോട്ടാണ് പോവുക? അവർ പോകുന്നൊരു പോക്കുണ്ട്. അതിനെയാണ് പ്രാദേശികമായ വംശനാശം എന്ന് പറയാം.
ധാരാളം ജീവജാലങ്ങൾ, നമ്മളിപ്പോഴും പേരിട്ട് വിളിക്കാനായിട്ട് കഴിയാത്ത പല ജീവജാലങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം, 1 ഡിഗ്രി ചൂട് കൂടിയതിൻ്റെ പ്രശ്നം. പക്ഷേ നമ്മൾ ബേജാറാവുന്നത് മുഴുവൻ ഈ 2 പ്രശ്നങ്ങളെക്കുറിച്ചേ അല്ല. നമ്മൾ ബേജാറാവുന്നത് മൂന്നാമത്തെ പ്രശ്നം കൊണ്ടാണ്. ആ മൂന്നാമത്തെ പ്രശ്നം നമുക്ക് ഒരിക്കലും പരിചയം ഇല്ലാത്ത തരത്തിലുള്ള എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ് നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ വന്നു. കേരളത്തെ സംബന്ധിച്ച് കേരളം വളരെ സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ഇവിടെ അങ്ങനെ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല, അഗ്നിപർവ്വതങ്ങളില്ല, കൊടുങ്കാറ്റ് വരാറില്ല, സുനാമി വരാറില്ല. ഏറ്റവും സേഫായിട്ട് ജീവിക്കാമെന്നായിരുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, രാജീവ് ഗാന്ധിക്ക് LTT ഭീഷണി ഉണ്ടെന്നൊക്കെ വാർത്ത വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് പോരെ, ഇവിടെ ഒന്ന് താമസിച്ചു, ഇവിടെ ഒരു കുഴപ്പമില്ല, സേഫാണ്, കേരളത്തിലേക്ക് പോരെ എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കേരളം ഏറ്റവും സേഫായിട്ട് ജീവിക്കാവുന്ന ഒരു സ്ഥലമായിട്ട്, ഏറ്റവും സേഫായിട്ട് ജീവിക്കാമെന്ന് മാത്രമല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ എല്ലായിടത്തും മനുഷ്യർ ജീവിക്കുകയാണ്. ഈ കാഴ്ച നിങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്തിലും കാണാൻ പറ്റില്ല. നിങ്ങൾ തൊട്ടപ്പുറം തമിഴ്നാട്ടിൽ പോയാൽ ഒരു ഗ്രാമം ഉണ്ടാവും, ആ ഗ്രാമം കഴിഞ്ഞ് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഗ്രാമം ഉണ്ടാവുക. കാരണം വെള്ളം അത്രയേ ഉള്ളൂ. കേരളത്തിൽ എവിടെയും വെള്ളം കിട്ടും. 2 പ്രാവശ്യം കാലവർഷവും തുലാവർഷവും ചേർന്ന് 2 വർഷം നല്ല ഒന്നാന്തര ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും കൂടി ചേർന്നിട്ട് ഇത്ര ഗംഭീരമായിട്ട് കേരളത്തെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തെടുക്കുന്നു. വെള്ളം നിറക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നിറച്ച് കുളവും കിണറും എല്ലാം ഫില്ല് ചെയ്ത് പോകുന്ന അത്ര ഗംഭീരമായിട്ട് ജലലഭ്യതയുള്ള, മനുഷ്യർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാൻ പറ്റുന്ന, ഏറ്റവും സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്ന കേരളത്തിലേക്കാണ് ഈ തീവ്രമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത്. നമുക്ക് മഴയുടെ സ്വഭാവം മാറി. ജൂൺ 1 തുടങ്ങുന്ന കാലവർഷം ജൂൺ 1 തുടങ്ങിക്കൊള്ളണമെന്നില്ല എന്നുള്ള അവസ്ഥയായി. ഓഗസ്റ്റ് മാസം പേടിപ്പിക്കുന്ന മാസമായിട്ട് മാറി. ഞാനൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സമയത്ത് നമ്മൾ 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത സമയങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ വീട്ടിൽ ലോക്കാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് മുറ്റത്ത് കെട്ടിയിരിക്കുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. അങ്ങനെ നിന്നിരുന്നൊരു കാലത്തു നിന്ന് മാറി മഴയുടെ പാറ്റേൺ മാറി. 2 വ്യത്യാസമാണ് ഉണ്ടായത്. ഒന്ന്, കേരളം മുഴുവൻ ഒരുമിച്ച് മഴ പെയ്യുക എന്നുള്ളൊരവസ്ഥ ഇപ്പോൾ ഇല്ല, സാധ്യമല്ല. മഴ പെയ്യുന്ന ഒരു ചെറിയ സ്ഥലത്ത് മാത്രമാണ്. ഇവിടെ മഴ പെയ്താൽ കുറച്ചപ്പുറത്ത് മഴ ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് മഴയാണെന്ന് വിചാരിച്ച് കുട എടുത്ത് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വെയിലായിരിക്കും. നേരെ തിരിച്ചും, നിങ്ങൾ മഴ പെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വാർഡിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഗംഭീര മഴ പെയ്യുന്നുണ്ടാവും. മേഘങ്ങളുടെ രൂപം മാറിക്കഴിഞ്ഞു. കേരളം മുഴുവൻ പരന്ന് നിന്നിട്ട് തിക്നെസ് കുറഞ്ഞ് പെയ്യുന്ന ചെറിയ മഴത്തുള്ളികളോടെ പെയ്തിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ മേഘങ്ങളുടെ രൂപം വേർട്ടിക്കലാണ്, നേരെ സിലിണ്ടറായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഒരു തൂണ് പോലെ ക്യുമുലോ നിംബസ് ക്ലൗഡ്സിൻ്റെ പൊക്കം ഏകദേശം 10, 12, 13 കിലോമീറ്ററോളം പൊക്കത്തിലേക്ക് ഒരു തൂണ് നിൽക്കുന്ന പോലെ നിൽക്കുകയും ഒറ്റയടിക്ക് അത് പെയ്യുകയും ചെയ്യുകയാണ്. വലിയ മഴത്തുള്ളികളാണ് വരുന്നത്, ശക്തിയായിട്ടുള്ള മഴയാണ് വരുന്നത്. ഇത് പിടിച്ചു നിൽക്കാനായിട്ട് മരങ്ങൾക്ക് പറ്റില്ല, മണ്ണിന് പറ്റുന്നില്ല. 2018-ലും 2019-ലും വലിയ മഴ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1.5 മാസം 2 മാസമായിട്ട് പോലും കാട്ടിൽ നിന്ന് കുത്തി ഒഴുകി പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നിരുന്നില്ല. ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ നിറം ചുവപ്പായിരുന്നു. അതിൻ്റെ അർത്ഥം അത് ധാരാളം മണ്ണുമായിട്ടാണ് പോകുന്നത്. മണ്ണ് മാത്രമല്ല, മേൽമണ്ണ്, ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മേൽമണ്ണ് മാത്രമല്ല അത് കൊണ്ടുപോവുക, ആ മണ്ണിൽ ഉറങ്ങിക്കിടന്ന വിത്തുകളും അതിനോടൊപ്പം പോകുന്നുണ്ടാവും. കാട്ടിൽ അടുത്ത വർഷം മുളയ്ക്കാനുള്ള തൈകൾ എവിടെയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല, അത് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ തരത്തിൽ അതിതീവ്രമായിട്ടുള്ള വ്യത്യാസങ്ങൾ. പണ്ട് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്ന ഒരു നിയമമുണ്ട്, ലോകത്ത് എവിടെയെങ്കിലും കൊടുങ്കാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സമയത്ത് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുള്ളൂ എന്നായിരുന്നു നമ്മുടെ ധാരണ. ആ ധാരണ മാറി. കഴിഞ്ഞ വർഷം ഒരേ സമയത്ത് 3 കൊടുങ്കാറ്റുകൾ ലോകത്ത് ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, മറ്റൊന്ന് അറ്റ്ലാന്റിക്കിൽ, മൂന്നാമത്തത് പസഫിക്കിൽ. ഒരേ സമയം 3 കൊടുങ്കാറ്റുകൾ. അറബിക്കടലിൻ്റെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാലാവസ്ഥ പ്രവചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന വാക്ക് ഫോർകാസ്റ്റ് എന്നായിരുന്നു, മുൻകൂട്ടി പ്രവചിക്കുക. പണ്ട് അവർ തമാശയായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പണ്ട് റേഡിയോയിലൊക്കെ ഇത് വരുമ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയും. ശാസ്ത്രത്തിൻ്റെ പക്ഷം നോക്കിയാൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ഒരിക്കലും തെറ്റാൻ പറ്റില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്.
മഴ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ലാത്ത അത്ര സത്യസന്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ അതുകൊണ്ട് ആർക്കും ഉപകാരമൊന്നുമില്ല. ഫോർകാസ്റ്റ് പറയും മുന്നേ അടുത്ത ആഴ്ച എന്താ അവസ്ഥ, മറ്റേ ആഴ്ച എന്താണ് അവസ്ഥ, അടുത്ത മാസം എന്താണ് അവസ്ഥ, ഈ പറയുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ആ പരിപാടി നിർത്തി. അതിന് പകരം ഇന്നിപ്പോൾ അവർ ചെയ്യുന്നത് നൗകാസ്റ്റാണ്. ദിനാവസ്ഥ, കാലാവസ്ഥ മാറി. നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് വലിയ പ്രവചനമൊന്നും സാധ്യമല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ദിനാവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഇന്നെന്ത് സംഭവിക്കും, ഇന്ന് വൈകുന്നേരം എന്തുണ്ടാവും, അത്രയെങ്കിലും പറയാൻ പറ്റുമെന്നുള്ള നിലയ്ക്ക് ആണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓർക്കണം, ഈ കാലത്തിനിടയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ശേഷി 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനെ ഉപയോഗിച്ചിട്ട് പോലും നമുക്കിതിനെ പ്രവചിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ പിടി വിട്ടുപോയി. സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവചനാതീതമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ രാവിലെ എഴുതിയിട്ടൊരു ചായ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ കത്തിച്ചു. വെള്ളം ചൂടാവാൻ തുടങ്ങി. ആ ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് അതിനുള്ള ഓരോ തന്മാത്രേൻ്റെയും സഞ്ചാരപഥം നമുക്ക് പ്രവചിക്കാൻ പറ്റും. താഴേന്ന് ചൂട് കിട്ടുന്നു, ചൂട് കിട്ടുന്ന തന്മാത്രകൾ മുകളിലേക്ക് പോകുന്നു, മുകളിലുള്ള തന്മാത്രകൾ താഴേക്ക് വരുന്നു, അവർ വീണ്ടും ചൂട് കിട്ടി മുകളിലേക്ക് പോകുന്നു. ഈ ഒരു കൺവെക്ഷൻ കറണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം റോൾ ചെയ്യാൻ തുടങ്ങും. ആ റോൾ ചെയ്യുന്ന കട്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ഒരു തന്മാത്രയുടെ സഞ്ചാരപഥവും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഭൂമിയുടെ ചൂട് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഈ പ്രശ്നത്തെ നേരിടണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഇതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഭൂമിയുടെ ചൂട് കൂടുന്നതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അതിനുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ നടത്തിയത് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറയ്ക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അയക്കുന്നത്? ഏറ്റവും കൂടുതൽ അയക്കുന്ന രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ അയക്കുന്ന രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. പക്ഷേ പ്രതിശീർഷ കണക്ക് നോക്കിയാൽ ഒരു രാജ്യം അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മൊത്തം അളവിനെ ആ രാജ്യത്തെ ജനസംഖ്യ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ ഏറ്റവും ടോപ്പിലെത്തുക അമേരിക്കയാണ്. അവിടെയുള്ള മനുഷ്യരാണ് ഏറ്റവും ഉയർന്ന കാർബൺ ഫുട്പ്രിൻ്റുള്ള ആളുകൾ. അവരാണ് ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്നത്. പാരീസ് ഉടമ്പടിയിൽ ശ്രമിച്ചത് ഇനി അങ്ങോട്ടേക്ക് ചൂട് കൂടുന്നത് 1.5 ഡിഗ്രിയിലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളത് ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്ത പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപ് പ്രസിഡൻ്റ് ആയതോടുകൂടി അമേരിക്ക പിൻവാങ്ങി. ഞങ്ങളില്ല, നിങ്ങളെന്താ ചായക്കോ എന്ന് പറഞ്ഞിട്ട് അവർ പൂർണ്ണമായിട്ടും പിൻവാങ്ങി. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന രാജ്യം പിൻവാങ്ങിയതോട് കൂടിയിട്ട് ഇനി എന്താ വേണ്ടതെന്നുള്ള സംശയത്തിലാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ എല്ലാം നിൽക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഉയർന്നു വന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ വികസിച്ചു കഴിഞ്ഞു, നിങ്ങൾ എത്രയോ മുന്നിലെത്തി വികസനത്തിൽ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ കുറയ്ക്കാമെന്നൊക്കെ പറയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇനിയും എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, എല്ലാ സ്ഥലത്തേക്കും റോഡ് എത്തിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാനായിട്ടുള്ള അതിനുള്ള സംവിധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് കാർബണിൻ്റെ ബഹിർഗമനം അല്ല പ്രശ്നം, ഞങ്ങളുടെ മനുഷ്യരുടെ വികസനമാണ് പ്രശ്നം എന്ന് പാവപ്പെട്ട രാജ്യങ്ങൾ പറയാൻ തുടങ്ങി. അതേസമയം പസഫിക് സമുദ്രത്തിലെ രാജ്യങ്ങൾ അവർ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള സമയമെങ്കിലുണ്ട്, ഞങ്ങൾക്ക് അതുപോലും ഇല്ല, ഞങ്ങളുടെ രാജ്യം മുങ്ങുകയാണ്, കടലിൻ്റെ അടിയിൽ പോവുകയാണ്, എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ട് പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ വരുമാനം എണ്ണ വിൽക്കുന്നതാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, അവരെ സംബന്ധിച്ചിട്ട് അവരുടെ എക്കോണമി നിന്ന് പോകുന്നത് തന്നെ എണ്ണ കച്ചവടം ചെയ്തിട്ടാണ്. അപ്പോൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത്രമാത്രം സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലൂടെ ഭൂമി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ശാസ്ത്രജ്ഞർ എന്താ ചെയ്യണ്ടേ? കലാകാരന്മാരെന്താ ചെയ്യണ്ടേ? അതുകൂടി പറഞ്ഞാൽ നിർത്താം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം നേരത്തെ സാറോട് സംസാരിച്ച സമയത്ത് ഗോർണിക്കയെക്കുറിച്ച് പറഞ്ഞു. പിക്കാസോയ്ക്ക് ഗോർണിക്ക വരയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബോംബർ വിമാനങ്ങൾ വന്നിട്ട് ബോംബ് ചെയ്തിട്ട് ആ മനുഷ്യൻ്റെ അവസ്ഥ നേരിട്ട് കാണുകയാണ്. അൽഗോറിൻ്റെ ഒരു സിനിമയുണ്ട്, കാലാവസ്ഥ വിചാരത്തെക്കുറിച്ച് പറയുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സീനുണ്ടാവും സിനിമയിൽ. ഒരു പാത്രം ചൂടാവുന്നു, വെള്ളം ചൂടായി കഴിയുമ്പോൾ ആ ചൂടായ വെള്ളത്തിലേക്ക് ഒരു തവളയെ പിടിച്ചിടുകയാണ്. ചൂടുവെള്ളത്തിൽ വീണ തവള അപ്പം തന്നെ തെറിച്ച് ചാടി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട് പോവുകയാണ്. ഇതാണ് ഒന്നാമത്തെ സീൻ. രണ്ടാമത്തെ സീനിൽ ഒരു തവളയെ വെള്ളത്തിലിട്ട് പാത്രത്തിലുള്ള വെള്ളത്തിൽ തവളയിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് പതുക്കെ ചൂടാക്കുകയാണ്. അങ്ങനെ പതുക്കെ ചൂട് കൂടി വരുന്നത് തവള അറിയുന്നേയില്ല. ആ തവള അതിനകത്തിരുന്ന് മരിക്കുകയാണ്. പിക്കാസോയ്ക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, കാരണം പ്ലെയിൻ വന്ന് ബോംബ് ചെയ്യാണ്.
നമുക്കിത് തിരിച്ചറിയില്ല. കാരണം നമ്മൾ ഈ ചൂടാവുന്ന അവസ്ഥയിൽ ഇതിപ്പോൾ ശരിയാവും, ഇപ്പോൾ ശരിയാവും, ആ ചൂടിനോട് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം എന്നൊക്കെ ഉള്ള നിലയ്ക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ സാധനം നമുക്ക് ക്ലിക്കാവില്ല. ഈ കാഴ്ച നമ്മൾ കാണണില്ല. ഈ കാഴ്ച മനുഷ്യരോട് പറയേണ്ട ആവശ്യമുണ്ട്. ഇതാണ് അവസ്ഥ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അഭയാർത്ഥികൾ ധാരാളമായിട്ടുണ്ടാവുകയാണ്. ഇതിന് പിന്നെയൊക്കെ ആകെ ഉണ്ടാകുന്ന അഭയാർത്ഥികൾ യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന അഭയാർത്ഥികളാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ കാലാവസ്ഥ അഭയാർത്ഥികൾ ഉണ്ടാവുകയാണ്. ഒരു പ്രദേശം ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിയതുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊണ്ടി വരുന്ന മനുഷ്യർ, അവർക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. വലിയ തോതിൽ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ആ മനുഷ്യരെ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം അതാണെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യനെ ഹീൽ ചെയ്യാൻ പറ്റുക, ആശ്വസിപ്പിക്കാനാവുക, തലോടാനാവുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഈ ഭീഷണിയെക്കുറിച്ച് അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഭീഷണിയുടെ ഗ്രാവിറ്റി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഈ കാര്യം വളരെ ഉച്ചത്തിൽ വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ സമാധാനത്തിലല്ല, വലിയ അപകടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറയാമെന്നുള്ള ഒരു ഉത്തരവാദിത്വം കലാകാരന്മാരുടെ ഉണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചിട്ടുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രറ്റ തുംബെർഗ് എന്ന് പറയുന്നൊരു ചെറിയ പെൺകുട്ടി യാത്ര ചെയ്തപ്പോൾ ഗാസയിലെത്തി. ആ കുട്ടിക്ക് നേരത്തെ പറഞ്ഞത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, പഠിച്ചിട്ടിപ്പോൾ എന്താ, ഞാൻ പഠിച്ച് വലുതാകുമ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി ഈ ഭൂമി നശിപ്പിച്ചിട്ടുണ്ടാവും, പിന്നെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്. ആ കുട്ടി ഒരു പ്ലക്കാർഡുമായിട്ട് സ്വീഡിഷ് പാർലമെൻറ്റിന് മുന്നിൽ പോയി നിന്നു. ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ആദ്യം വിചാരിച്ചു കുട്ടിക്ക് എന്താ കുഴപ്പമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാം, വട്ടാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഒപ്പം ആ കുട്ടി പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ആളുകൾ കേൾക്കാൻ തുടങ്ങി. സ്വീഡിഷ് പാർലമെൻറ്റിൽ ആ കുട്ടി സംസാരിച്ചു. അതിനപ്പുറം UN പോയിട്ട് രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരോട് ആ കുട്ടി പ്രസംഗിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗം നിർത്തുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, ഭൂമി വലിയ അപകടത്തിലാണ് എന്ന് പറഞ്ഞ ആ കുട്ടി, ഇന്നലെ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു. ആ കുട്ടി ഗാസയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പം ഇസ്രായേൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തിരിച്ചയക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളോട് സംസാരിക്കുമ്പോഴേക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരും ഇങ്ങനൊരു കുട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രധാന ഗുണം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അവർ പഠിക്കുകയും, പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ധാരണ ഇതെല്ലാം ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് വരാനുള്ളൊരു ചോദ്യമാണെന്നും അതിന് ഉത്തരം എഴുതാനായിട്ടുള്ളൊരു അറിവ് കിട്ടിയെന്നുള്ള സമാധാനത്തിലാണ് കുട്ടികളെ ജീവിക്കുന്നത്. എന്നാൽ ഗ്രറ്റയോടൊപ്പം പോകണം എന്ന് തോന്നുന്ന ഒരാൾ പോലും ഇല്ല. നമുക്ക് ഗംഭീര യുവജന സംഘടനകളുണ്ട്, ഗംഭീര വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ഒരാൾക്ക് പോലും എന്നാൽ ഗ്രറ്റയോടൊപ്പം നമ്മളുണ്ട് എന്നൊരു വാക്കെങ്കിലും പറയാനായിട്ട് തോന്നിയിട്ടില്ല. വളരെ അപകടമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതോടൊപ്പം വലിയൊരു പരിഹാരവും കൂടി ആവശ്യമുണ്ട്. അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ, വലിയ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത്, പ്രളയം വരുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ആഗോളതലത്തിലുള്ള താപനിലയുടെ വർധനമാണെന്നിരിക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പ്രാദേശികമായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്കിതിനെ മറികടക്കാൻ? ആ സാധ്യത എന്താ വെച്ചാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് വയ്ക്കാം. ഞാൻ ഇവിടുന്ന് പുറത്ത് കടന്ന് എറണാകുളത്തേക്ക് എത്തി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് ഞാൻ വീടെന്ന് വയ്ക്കാം. ആരെങ്കിലും എന്നെ എടുത്ത് ആസ്പത്രി കൊണ്ടുപോകും. ആസ്പത്രി കൊണ്ടുപോയാൽ ഞാൻ എത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നുള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത് എൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതേസമയം അപകടം നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്. എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളൊക്കെ ഉള്ള ആളാണെങ്കിൽ എനിക്ക് റിക്കവർ ചെയ്യാനായിട്ട് കൂടുതൽ സമയം ആവശ്യമുണ്ടാവും. ഇത് തന്നെയാണ് പരിസ്ഥിതിയുടെയും അവസ്ഥ. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് കരകയറാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മളെ വികസനം എന്നുള്ള പേരിൽ നമ്മളെ പ്രാദേശികമായിട്ടുള്ള മുഴുവൻ ആവാസ വ്യവസ്ഥകളെയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗംഭീരമായിട്ട് വികസിക്കുക എന്നുള്ളതാണ് ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിപ്പ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച്, നിപ്പ വൈറസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേടിച്ചിട്ടുണ്ടാവും. ഓരോ പഴം കഴിക്കാൻ പോകുന്ന സമയത്തും അത് വാങ്ങണോ വേണ്ടയോ, അത് വവ്വാല് കടിച്ചതാണോ എന്ന് നിങ്ങൾ എല്ലാവരും സംശയിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. റംബൂട്ടാൻ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയ പല ആളുകൾക്കും മരം മുഴുവൻ തന്നെ നെറ്റിട്ട് മൂടേണ്ടി വന്നിട്ടുണ്ട്. ഇനി മൂടിയാൽ പോലും അവരുടെ വിളവുമായിട്ട് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോൾ റംബൂട്ടാൻ വേണ്ട, കുറച്ച് കഴിയട്ടെ, നിപ്പയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് മതി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക്, പണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ നിപ്പ പരത്തുന്ന വവ്വാൽ അതൊരിക്കലും കാട്ടിൽ ജീവിക്കുന്നൊരു വവ്വാലല്ല. അത് നാട്ടിൽ മാത്രമേ ജീവിക്കുള്ളൂ. കാട്ടിൽ ഇതുവരെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവരെവിടെയാണ് ജീവിച്ചിരുന്നത്? അവർ ജീവിച്ചിരുന്നത് നാട്ടിലുള്ള വലിയ മരങ്ങളിലാണ്, നല്ല പൊക്കമുള്ള മരങ്ങളിലാണ്.
നല്ല വലിപ്പമുള്ള വവ്വാലാണ്. വവ്വാലിൻ്റെ പ്രത്യേകത അത് സസ്തനെയാണ്, ചൂടുള്ള രക്തമാണ്, പറക്കുന്ന സമയത്ത് നന്നായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, മെറ്റബോളിക് റേറ്റ് ഭയങ്കര കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ മെറ്റബോളിസത്തിലൂടെ അതിൻ്റെ ശബാബജയ പ്രോസസ്സിനകത്തൂടെ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ധാരാളമാവും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ട് വവ്വാലുകളിലാണ് ഏറ്റവും കൂടുതൽ ഇനം വൈറസുകൾ നമുക്ക് കാണാൻ പറ്റുക, ബാക്ടീരിയകൾ നമുക്ക് കാണാൻ പറ്റുക. ആ വലിയ മരങ്ങൾ, റോഡ് സൈഡിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ, സർപ്പക്കാവുകളിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ, സർപ്പക്കാവുകളിലൊക്കെ അവസ്ഥ ഭയങ്കര രസമാണ്. കേരളത്തിൽ ധാരാളമായിട്ട് സർപ്പക്കാവുകളുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ പുറത്താണ് സംരക്ഷിക്കപ്പെട്ടിരുന്നത്. അതിനകത്തേക്ക് കയറാൻ വിടില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ ഒരു പൂജയൊക്കെ നടക്കുക. അതുവരെ അതിനകത്തേക്ക് കയറൽ വിശ്വാസം കൊണ്ട് തടഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസം കാലുമാറിക്കളഞ്ഞു. വിശ്വാസം പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു പൂജ നടത്തിയിട്ട് ആ സർപ്പത്തെ ആവാഹിച്ച് ഒരു കുടത്തിലാക്കിയിട്ട് അടുത്ത അമ്പലത്തിൽ കൊണ്ട് വെച്ചാൽ പിന്നെ വെട്ടാം എന്നായി. കേരളത്തിലെ സർപ്പക്കാവ് ഒരറ്റം മുതൽ വെട്ടി പോകാൻ തുടങ്ങി. അവിടെ ജീവിച്ചിരുന്നവരാണ് ഈ വവ്വാലുകളെല്ലാം. ഹൈവേ വികസനം വന്നതോടുകൂടി അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ പോയി. അവരെങ്ങോട്ട് പോകും? അവർ പോകുന്നത് തൊട്ട് അടുത്ത് പൊക്കമുള്ള മരങ്ങളിലേക്ക് അവർ മാറി താമസിക്കേണ്ടി വരും. അങ്ങോട്ട് മാറുമ്പോൾ പക്ഷേ സ്വാഭാവികമായിട്ടും മത്സരം വരും. കാരണം പല സ്ഥലത്തു നിന്നുള്ള വവ്വാലുകൾ അവരുടെ വീട് നഷ്ടപ്പെട്ട്, അവരുടെ റൂസ്റ്റിംഗ് സൈറ്റ്സ് നഷ്ടപ്പെട്ടിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാത്രം എത്തും. കോമ്പറ്റീഷൻ കൂടും. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് തോറ്റു പോകുന്നവരുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും. സ്ഥലം കുറവായിരിക്കും, ആഹാരം കുറവായിരിക്കും. അങ്ങനെ സ്ഥലം കുറവാകുമ്പോൾ കോമ്പറ്റീഷനിൽ തോക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ജീവജാലങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തിയാടി രക്ഷപ്പെടാൻ നോക്കും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞു വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ. എന്തിനാണ് പഞ്ഞു വയ്ക്കുന്നത്? രണ്ടാമത് ശ്വാസം കഴിച്ച് അവർ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല. പഞ്ഞു വയ്ക്കുന്നത് ആ ശരീരത്തിന് ഉള്ളിലുള്ള ജീവജാലങ്ങൾ ആ ശരീരത്തിൻ്റെ ചൂട് കുറഞ്ഞ് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ശരീരത്തിൻ്റെ കഥ കഴിഞ്ഞു. അവർ രക്ഷപ്പെടാൻ നോക്കും. അവർ പുറത്തേക്ക് വരുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ഞു വയ്ക്കുന്നത് എന്ന് പറയുന്ന പോലെ വവ്വാലിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള വൈറസുകൾ പുറത്ത് ചാടാൻ ശ്രമിക്കും. ആ സമയത്താണ് അത് പഴത്തിലേക്ക് ചാടുന്നതും അത് കഴിക്കുന്ന മനുഷ്യരിലേക്ക് ഇത് എത്തുകയും ചെയ്യുന്നത്. ഇത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മാത്രമായിട്ട് ആരോഗ്യത്തിലൂടെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ആരോഗ്യത്തിലൂടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളും കൂടി ആരോഗ്യത്തിലൂടെ ജീവിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. നന്ദി, നമസ്കാരം.